നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ജിംഷീസ് കിച്ചൺ വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുക. കാരണം കൊറോണ ഭയങ്കര സ്പ്രെഡാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഓണമൊക്കെ ആകുമ്പോൾ നമ്മൾ കടയിലോട്ടൊക്കെ പോവും. അപ്പോൾ എന്തായാലും നമുക്ക് തുണിയെടുക്കാനും ഓരോ ആവശ്യത്തിനും പോയേ പറ്റൂ. കാരണം നമ്മൾ ഓണം എന്തായാലും ആഘോഷിക്കും. മലയാളികൾ അങ്ങനെയാണ്. അപ്പോൾ വലിയതായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ചെറുതായിട്ടൊക്കെ നമ്മൾ ഓണം ആഘോഷിക്കും. അപ്പോൾ എന്തായാലും പുറത്തൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളായിട്ട് പുറത്ത് പോകാതിരിക്കുക. കാരണം ഇത് കൊറോണ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനൊക്കെ വന്നിട്ട് അത് ഭയങ്കര ഹെൽത്തിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ വരാതിരിക്കാൻ നോക്കുകയല്ലേ ഏറ്റവും വേണ്ടത്. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പായസവും പിന്നെ മസാല കൂട്ടുകറിയില്ല നമ്മുടെ സദ്യക്കൊക്കെ, അതും കൂടെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും റേഷൻ കടയിൽ നിന്ന് ഉണക്കലരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് പാൽപ്പായസം ഭയങ്കര ടേസ്റ്റാണല്ലോ. ഇലക്കകത്ത് ഒഴിച്ചിട്ട് പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിച്ച് കഴിക്കാം. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ കാണിക്കും, അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളെ സദ്യ സ്പെഷ്യല് കൂട്ടുകറി കേട്ടോ. മസാല കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പാൽപ്പായസമാണ് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ പട്ടാണി ഇല്ലേ, എന്താണ് കുതിർത്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. ഞാൻ മറന്നു പോയതാണ്. പിന്നെ ഇതാ ഈ ഒരു സൈസ് ഒരു വലിയൊരു ഉരുളൻകിഴങ്ങും പിന്നെ ഒരു കുഞ്ഞു സൈസ് കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 തക്കാളി, 1 സവോള കേട്ടോ. പിന്നെ ഇൻഗ്രീഡിയൻസ് കാണിക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ആട്ടാ. ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റ് ഞങ്ങൾ എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് ഈ പേസ്റ്റ് ആട്ടാ. അപ്പോൾ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് അവസാനം കുറച്ച് മതി കേട്ടോ. അപ്പോഴൊരു ടേസ്റ്റ് കൂടെ പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ നമ്മുടെ കറിവേപ്പിലി, താളിച്ചിടാൻ കൊച്ചുള്ളി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. പിന്നെ നമ്മുടെ പാൽപ്പായസത്തിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അപ്പോൾ ഈ അരി നമ്മുടെ ഉണക്കല്ലരിയാണ് കേട്ടോ. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിറ്റിന്ന് കിട്ടിയത് കേട്ടോ. ചിലർക്കൊന്നും കിട്ടിയിട്ടില്ല, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ സേമിയത്തിൻ്റെയാണ് കിട്ടിയിരിക്കുന്നത്, വെർമസല്ലി. പിന്നെ 3 കവർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് പാല് നിങ്ങൾക്ക് പായസത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നെയ്യ്, പിന്നെ പഞ്ചസാര കേട്ടോ. വേറെ ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേശുനട്ട് കിസ്മിസൊക്കെ നെയ്യിൽ വറുത്തിടാം കേട്ടോ. ഞാൻ അപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഏലക്കപ്പൊടിയൊക്കെ ഇടാം. പക്ഷെ അങ്ങനെയല്ല, പെർഫെക്റ്റ് ആയിട്ട് എനിക്കൊരു ഒരു പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ ഞാനതൊന്നും ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാം. ഞാൻ കുക്കറിനകത്തൊക്കെ വെക്കുന്നത്. ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേവിക്കാം. കുക്കറിനകത്ത് നമുക്ക് അപ്പുറത്തെ അടുപ്പയിൽ വെക്കാം, 2 അടുപ്പയിലും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ മസാലയ്ക്കുള്ള വഴറ്റിയെടുക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ട് അതൊരു 3-4 വിസിലടിച്ചപ്പോൾ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് മസാല റെഡിയാക്കണ്ടേ. അപ്പം അതിന് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. കിഴങ്ങ് എന്താണ് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഇല്ലേ ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഈ മസാല കൂടെ എന്നിട്ട് അങ്ങനെ വേവിച്ചെടുക്കാനാണ് കേട്ടോ. ഞാനതിങ്ങനെ വഴറ്റിയെടുക്കുമ്പം മസാലക്കറിക്ക് നമ്മുടെ സദ്യ മസാലക്കറിക്ക് ഇങ്ങനെ വേവിച്ച് ഞാൻ ഗ്രീൻ പീസിൻ്റെ കൂടെ അതാണ് കേട്ടോ ഇടാഞ്ഞ് ഇതിങ്ങനെ നമുക്ക് മസാലക്കറി ആയിട്ടാണ് ഇങ്ങനെ ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച ശേഷം അതിനകത്തോട്ട് കിഴങ്ങിട്ടിട്ട് 2 വിസിലടിച്ച് അങ്ങനെ വേവിക്കാം കേട്ടോ. ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഇതൊക്കെ ഉടയാതെ ഇങ്ങനെ കിടക്കണം കേട്ടോ. അപ്പോഴത്തേക്കാണ് ആ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഒന്ന് മൂത്തപ്പല്ലേ അതൊന്ന് കോരിയെടുക്കുക കേട്ടോ. എന്നിട്ട് സവോളയും നമുക്ക് അതേപോലെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് എടുക്കട്ടെ. എന്നിട്ട് സവോള ഇട്ട് കൊടുക്കട്ടെ.
സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇത് സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്ക് എന്താ പറയുക, ഈ സവാള നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത്തിരി ഇഞ്ചി പേസ്റ്റും കൂടെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഞങ്ങൾക്ക് കിച്ചൺ ട്രഷറിൻ്റെ എന്തോ വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അപ്പം ഇഞ്ചിയും പേസ്റ്റ് നിങ്ങൾ വീട്ടിൽ പേസ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി ഇടുക തന്നെയായിട്ട് നല്ലത്. ചതച്ചിരുന്നേക്കാളും അതൊക്കെ നല്ല മൂത്ത് വരും വേണം. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ അപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വണ്ടി വന്നപ്പോൾ ഞാൻ പൊടികളൊക്കെ ഒന്ന് ഇട്ടിട്ട് തീ കുറച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കട്ടെ. എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ഞാനൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് അവസാനം നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി എന്നല്ല, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ ഒരു സ്പൂണ്, ഒരു കുഞ്ഞു സ്പൂണിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടിയൊക്കെ നല്ലോണം പച്ചപ്പ് മാറിയിട്ടൊന്ന് നല്ലോണം വഴണ്ടി വരണം കേട്ടോ. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന മസാലക്കറിക്ക് നമ്മൾ കഴിക്കുന്ന സദ്യക്കൊക്കെ കഴിക്കുന്ന പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യണം. തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം മൂത്തിട്ടൊന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ നേരത്തെ ഇതാക്കി ഇട്ടെടുത്ത കിഴങ്ങ് ഇട്ടെടുക്കുക. അതുപോലെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തിളപ്പിച്ചരച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇവിടെ കിഴങ്ങ് വേവിക്കാണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറക്കണം കേട്ടോ. അതിനകത്ത് ഗരം മസാലപ്പൊടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കട്ടെ. അപ്പം ഞാൻ ഇത് കിഴങ്ങ് വേവാനുള്ള വെള്ളം ഇട്ടോ. നമ്മുടെ മസാലക്കറി എപ്പോഴും നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇത് ഈ കിഴങ്ങ് വേവാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. അടുപ്പിൽ അത് വേവിക്കാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതവിടെ കിടന്ന് വേവിട്ട കിഴങ്ങ് നമുക്ക് ഇതിനകത്ത് ഈ തേങ്ങ ഒന്ന് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ ഉണ്ടാവുന്ന വരെ നല്ലോണം വറുത്തെടുക്കാം. നല്ല മറക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളർ തന്നെ ആവണം. നല്ല മറക്കണം. അപ്പം ഞാനിപ്പോൾ ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പം അത് നല്ലോണം വറുത്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ബ്രൗൺ ആവുകയാണ്. പിന്നെ ഇതൊന്ന് ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് ഇത് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി ആയതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ടെടുക്കാം. പക്ഷെ നിങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലിട്ടിട്ട് തന്നെ അതൊന്ന് ആ ചൂട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഗരം മസാലപ്പൊടി ഞാനിതേണ്ട ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടേ ഇത്ര ഇട്ടെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ചൂടിലൊന്ന് അതൊന്ന് ചൂടായിക്കോളും കേട്ടോ. അപ്പം ഇത് നല്ല വെന്തൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അരപ്പൊന്ന് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ വറുത്ത തേങ്ങ ഗരം മസാലപ്പൊടി ഉള്ളത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ അരച്ചെടുക്കട്ടെ. അപ്പം ഇതെല്ലാം ഒന്ന് വഴണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അരച്ചെടുത്തതുണ്ടോ ഈ ഒരു നല്ല പേസ്റ്റ് കണക്കിന് തന്നെ കേട്ടോ അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കൊച്ചുള്ളി കറിവേപ്പിലയും വെച്ചിട്ടൊന്ന് താളിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തുടയാതെ വേണം കേട്ടോ ചെയ്യാൻ. ഇതേ കണക്ക് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് നമുക്ക് ആ ഒരു എന്തായാലും നമ്മൾ സദ്യക്ക് ചെയ്യുന്ന പോലെ ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വീട്ടിൽ ചെയ്യുന്ന അത്യാവശ്യം ആ സദ്യയുടെ അതേ ടേസ്റ്റ് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഈ സമയത്തൊക്കെ നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കാൻ മറക്കണ്ടേ. ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യണം. അപ്പം ഞാനിതാ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം.
അപ്പം അതൊന്ന് ഇത് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒന്ന് താളിച്ചിട്ടെടുക്കാം കൊച്ചുള്ളി കറിവേപ്പിലയും. അപ്പം അതിനകത്തൊക്കെ എണ്ണ നല്ല ഒഴിച്ചിട്ട് ഉള്ള കാരണം ഞാൻ ഇച്ചിരി എണ്ണ തന്നെ കേട്ടോ ഒഴിച്ചെടുക്കുന്നുള്ളൂ. അതിനകത്തൊക്കെ ആവശ്യത്തിന് എണ്ണ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ കൊച്ചുള്ളി ഇല്ലേ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ എണ്ണയിലാണല്ലോ കിഴങ്ങൊക്കെ താളിച്ചിട്ടത്. അപ്പോൾ കുറച്ച് എണ്ണയിൽ തന്നെ ഇത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇല്ലേ, ഞാനൊരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് കുക്കറിനകത്ത് തന്നെ പായസത്തിന് വേവിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പം നമ്മുടെ സദ്യ, നമ്മുടെ ഓണ സ്പെഷ്യൽ അല്ലെങ്കിൽ സദ്യക്ക് ഉണ്ടാക്കുന്ന കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പായസത്തിന് അരി വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് കുക്കറിനകത്താണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. മാറ്റിച്ച് വെക്കുമ്പോൾ നമുക്കൊരു 1/2 മണിക്കൂറൊക്കെ വേണം വേവാം. ഇതാകുമ്പോൾ നമുക്കൊരു 3 വിസിൽ 4 വിസിൽ അടിച്ചെടുത്താൽ നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ ഈ അരി. അപ്പം ഞാൻ കുക്കറിനകത്ത് വേവിക്കാൻ വെച്ച് ഇത് ഞാൻ അടച്ചെടുത്തിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം ഇത് വേവട്ടെ. നമ്മുടെ പായസത്തിനുള്ള ഉണക്കലരി ഞാൻ കുക്കറിനകത്ത് നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ നല്ലോണം വേവിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ. കാരണം എന്തുവാണെന്നറിയോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ അരി പോലെ കടിക്കും കേട്ടോ. അപ്പം നല്ലോണം ഇതാ നല്ല വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പാലിനകത്ത് ഇട്ട് കൊടുത്താൽ പാല് വേറി ഇതിങ്ങനെ വേറിയിട്ട് കിടക്കും. അപ്പം ഇങ്ങനെ നല്ല വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉരുളി വെച്ചെടുത്തിട്ടുണ്ട് അടുപ്പയിൽ. എന്നിട്ട് ഉരുളി ഒന്ന് ചൂടായപ്പോൾ ഞാനിതാ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നെയ്യുടെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് അത് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇങ്ങനെ ഈ നെയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരി ഒന്ന് നല്ലോണം വഴറ്റി ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ട് ഇട്ടെടുക്കാം കേട്ടോ. ഇത് ചിലർ നെയ്യൊന്നും ഇല്ലാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. നെയ്യ് ഒഴിക്കാതെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ടേസ്റ്റും ഒരു ഇതൊക്കെ തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്തപ്പോഴാട്ടോ. ഞാനിത് നമ്മുടെ ശർക്കര ഇട്ടിട്ടില്ലേ, അങ്ങനെ തേങ്ങാപ്പാലിലും ചെയ്തിട്ടുണ്ട്. അതും നല്ലതാണ് കേട്ടോ. അപ്പം ഇതിലൊന്ന് നല്ലോണം ഇങ്ങനെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ 2 പാത്രത്തിൽ ഇതേപോലെ ഇതേ കണക്കിന് 2 പാത്രത്തിൽ പാല് തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം പിരിയാതിരിക്കുക ഇങ്ങനെ ചെയ്യണം ഏറ്റവും നല്ലത് കേട്ടോ. തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് നല്ലത് ഇങ്ങനെ പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തള വന്ന ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പാലൊഴിച്ച ശേഷം നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് പാല് ഇതൊന്ന് കുറുകി വന്ന ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിൽ കിടന്നിട്ട് ഒന്നും കൂടെ വേവട്ടെ. ആ പാലിലൊന്ന് പായസം തിളച്ച് വന്നപ്പോൾ അരി ഒന്നും കൂടെ വെന്ത് വന്നു കേട്ടോ. അപ്പം അതിനകത്തിട്ടപ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു ബൗളിൽ ഒരു 1/2 കപ്പ് അങ്ങനത്തെ ഒരു രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പാല് കാച്ചുമ്പോൾ പാലിൽ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കാച്ചിയത്. ഇപ്പം നിങ്ങൾ അതുപോലെ കാച്ചത് നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റിയാണ്. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് അരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത് 3 കവർ പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഗ്ലാസ് വെള്ളം ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും എളുപ്പമുള്ളൊരു പായസം കേട്ടോ. പക്ഷേ ഏറ്റവും ടേസ്റ്റും ഉള്ളൊരു പായസമാണ്. അപ്പം ഞാനിത് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. പായസം അടി പിടിക്കും അല്ലെങ്കിൽ. പിന്നെ ഇനി നമുക്ക് ഇതൊന്നും ഇപ്പം നല്ലോണം കുറുകിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതിനകത്ത് ഏലക്കപ്പൊടി ഇട്ടിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങ ഒന്നും ചേർക്കുന്നില്ല. ആ പാലിനകത്ത് ഇതൊക്കെ വെന്ത് നല്ലോണം അരി ഒന്നും കൂടെ ഇതായി വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പാലിൻ്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് നല്ലോണം തിളപ്പിച്ചതാണ്. പക്ഷെ ഇതിൽ കിടന്നിട്ട് ഒന്നും കൂടെ മാറണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, പായസം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ.
ഞാനത് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ഞാൻ നേരത്തെ ഇല്ലേ ഏലക്കപ്പൊടി പറയാൻ മറന്നു. അണ്ടിപ്പരിപ്പും കിസ്മിസും മുന്തിരിങ്ങും വേണ്ടാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഏലക്കപ്പൊടി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി കേട്ടോ. ഏലക്കപ്പൊടി വേണം, എന്നാലാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു പരുവം തന്നെ കേട്ടോ നല്ലത്. ഇത് ഏലക്കകത്ത് ഒഴിച്ചിട്ട് പഴവും പപ്പടവും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സദ്യ സ്പെഷ്യൽ മസാലക്കറി റെഡി ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് എടുക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ഇതാട്ടോ തിക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി പോലെ ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ലോണം വറ്റിച്ചെടുക്കാൻ ഞാൻ മതി. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഓണ സ്പെഷ്യൽ ഉണക്കലരി പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇലയ്ക്ക് ഫുഡൊക്കെ സദ്യയൊക്കെ കഴിച്ച ശേഷം ഇലക്കകത്തോട്ട് ഇങ്ങനെ ഒഴിക്കുക. ഇത് പഴവും പപ്പടും കൂട്ടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം രണ്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.